അവർക്ക് നമസ്കാരം. ഞാൻ ഷിബു മുപ്പത്തടം. കുറച്ചുപേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് നമ്മുടെ ടർബോ മമ്മൂക്കയുടെ അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. മമ്മൂക്കയുടെ ടർബോയിൽ ഇന്ന് മോൻ കാണിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാനും മമ്മൂക്കയുടെ ഇടികൊണ്ടുണ്ട് ആ പടത്തിൽ. എല്ലാവരും കാരണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെപ്പോലുള്ളവർ. കാരണം ഇത് പറയേണ്ട കാര്യം വെച്ചാൽ മമ്മൂക്കയുടെ ആ ടർബോ എന്ന സിനിമയിലെ ഫൈറ്റ് സീൻസ് അല്ല മകളെ, കാണാത്തവർ കാണും. കാരണം അതിഗംഭീരമായ സീൻസുകളാണ്. കാരണം അദ്ദേഹം അതുകൊണ്ട് എടുത്തിരിക്കുന്ന ആ ഒരു എന്താ പറയാൻ പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട്. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ കൂടെ ഉണ്ടായ ആളാണ് ഞാൻ. ആ ലൊക്കേഷൻ ഉണ്ടായ ആളാണ് ഞാൻ. കാരണം രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അദ്ദേഹം ആ സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്ന ഫൈറ്റ് സീക്വൻസ് എല്ലാം ഒറിജിനല് അദ്ദേഹം ആ റോപ്പും കയറി അടിക്കണതും എല്ലാം മമ്മൂക്കയുടെ ആ ഫൈറ്റ് സീൻ അതിഗംഭീരമായിട്ട് ചെയ്യുന്ന കാഴ്ചകൾ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനിപ്പോൾ വന്നത്, ഞാനങ്ങനെ അധികം വീഡിയോസ് ഒന്നും വരാറില്ല കുറച്ച് നാളായിട്ട്. എന്തൊക്കെ നമുക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാറുള്ളൂ. ഇപ്പം ഞാൻ വന്നേച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ റിവ്യൂ പറയില്ല. ഇപ്പോൾ കുറേ പേര് ഇതൊരു ചാനൽ തുടങ്ങിയിട്ട് അത് ഹിറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവരോട് ഈ ചാനൽ തുറന്നു വെച്ചുകൊണ്ട് ഇറങ്ങുന്ന സിനിമകളെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയാം, അതിൻ്റെ നെഗറ്റീവ് എടുത്ത് പറയാം. അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പോരാ ഇത് പോരാ, അത് പറഞ്ഞുകൊണ്ട് എന്താണ് ഗുണമുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും പോയി കാണും. എനിക്കൊരു സിനിമ കാണണമെന്ന് ഞാനത് പോയി കാണും. അല്ലാണ്ട് അതൊരു ചാനലിൽ വന്ന് നോക്കിയിട്ട് എല്ലാവരും സിനിമ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമയെക്കുറിച്ച് ഒരു പല കമ്പനികൾ ഇറക്കി ഒക്കെ ഞാനും കുറച്ച് കേട്ടാണ്. ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. കാരണം വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ആൾക്കാർ പറയുന്നു. കുറേ പേർ ഒച്ചപ്പാടുണ്ടാക്കുന്ന തിയേറ്ററിൽ കോമാളിത്തരം കാണിക്കുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ തുടങ്ങണമെന്നും ഈ ചാനലിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്. നിങ്ങൾ അവിടെ പോയി ചെന്ന് ഓരോരോ സംഭവം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലേ. ഒരു സിനിമ ഉണ്ടാവാൻ വേണ്ടി എന്തോരം കഷ്ടപ്പാടുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല അല്ലേ. ഒരു കഥ കണ്ടെത്തി ആ കഥ എഴുതി ഒരു തിരക്കഥയൊക്കെ മാറ്റി ഒരു ഡയറക്ടറെ കണ്ടെത്തി, പ്രൊഡ്യൂസറെ കണ്ടെത്തി, അതിന് പറ്റിയ നായനെ കണ്ടെത്തി ആ പടം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതായിട്ട് ബന്ധപ്പെട്ടതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിനൊന്നുകൊണ്ട് നമുക്ക് റിവ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം, അത് റിവ്യൂ എന്നും പറഞ്ഞ് ഭയത്തുനിന്നൊക്കെ വിളിച്ചു പറയാം അല്ലേ. ഇപ്പം ആൾക്കാർ തോന്നിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിവ്യൂ പറഞ്ഞു എന്തെന്നാണ് ഞാൻ മനസ്സിലാകാത്ത സിനിമയെക്കുറിച്ച് എന്താന്നിട്ടാണ് ഈ പറയുന്നത്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിലുണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതാരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി ചെയ്യുന്ന സിനിമ നിങ്ങളെല്ലാം കാണുമെന്നല്ല പറഞ്ഞത്. പക്ഷെ നല്ല സിനിമകൾ ഇന്ന് നല്ല സിനിമ എന്ന് പറയാം. അതിനുണ്ടാകും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ അത് ഇതൊക്കെ വിളിച്ചു കൂപ്പി അത് അവരെ നിരാശപ്പെടുത്താം. അതൊക്കെ ഭയങ്കര മോശമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ടർബോളും ഇപ്പോൾ സംസാര വിഷയം ജനങ്ങൾക്ക്. മമ്മൂക്കയുടെ പ്രായമാണ് എല്ലാവർക്കും സംസാര വിഷയങ്ങൾ. എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലെ നമ്മൾ മമ്മൂക്കയുടെ പടം കാണുമ്പോൾ മമ്മൂക്കയുടെ പടം കണ്ടാൽ പോരെ. മമ്മൂക്കയുടെ വീട്ടിലുള്ളവർ മമ്മൂക്കയുടെ പ്രായം അതൊക്കെ നമ്മൾ എന്തിനാണ്? കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യൂത്ത് ന്യൂ ജനറേഷൻ പിള്ളേർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ മമ്മൂക്ക ചെയ്യണത്. പക്ഷെ മമ്മൂക്കാനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോരം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കേസുള്ളൂ, ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം മമ്മൂക്കാനെ പോലത്തെ ഒരാൾ ആ ടർബോ ചെയ്തിരിക്കുന്ന ഫൈറ്റ്, കാരണം അതൊക്കെ കണ്ട ഒരാളാണ് ഞാൻ. ആ ഫൈറ്റ് ചെയ്യണൊക്കെ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന ആ ബുദ്ധിമുട്ട്, കാരണം ആ ജമ്പ് ചെയ്യുമ്പോൾ, കാരണം റോപ്പിലാണെങ്കിലും റോപ്പിൽ അതിങ്ങനെ സാധാരണക്കാരൻ ഒരാൾക്കൊന്നും അങ്ങനെ ഒന്നും റോപ്പിൽ ചാടാൻ പറ്റില്ല. കാരണം റോപ്പിൽ തൂങ്ങാം, പക്ഷെ കൃത്യമായിട്ട് വീഴുക, ടൈമിങ് കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ അത് പണി തന്നെയാണത് അല്ലേ. അതായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. മമ്മൂക്ക അതിൽ ഫൈറ്റ് സീൻസൊക്കെ നമ്മളൊന്നത് കണ്ണ് കൂരി തിരിച്ചു പോകും. മമ്മൂക്ക ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം എൻ്റെ ഫൈറ്റ് സീൻസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുള്ള ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രിയാണ്. രാത്രി 6 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെളുപ്പിന്
5:30-6 മണിക്കാണ് ഷൂട്ട് പാക്കപ്പ് ആണ്. അപ്പോൾ അതുവരെ ഇദ്ദേഹം നിന്നുകൊണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടും നമുക്ക് ഈ പറയുന്നവർക്ക് പറയാൻ തോന്നില്ല. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ ആള് ആ സിനിമയ്ക്ക് കൊണ്ട് എടുക്കുന്ന ആ ഒരു എനർജി അല്ലെ, ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിന് എനർജി സമ്മതിക്കാൻ നിവൃത്തില്ല. കാരണം എല്ലാവരും പറയും അദ്ദേഹത്തിന് അതിനുള്ള ആ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, എന്നിട്ട് എന്താ കാര്യം, ശരീരം ഒക്കെ ഒരുപോലെ തന്നെയല്ലേ. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഓരോന്ന് പറയരുത്. മമ്മൂക്കനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടർ വൈശാൻ സാറ് അദ്ദേഹമൊക്കെ ആ സീൻ എടുക്കാൻ വേണ്ടി ഞാൻ ആ പടം ചെയ്യാൻ വേണ്ടി, കാരണം ആ പടത്തെ മൊത്തം എനിക്കറിയില്ല. കാരണം ഞാനുള്ള സീൻസിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാൻ പാടുള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ അദ്ദേഹം നിന്നുകൊണ്ട് ഒരു ദിവസം എന്നല്ല 10 ദിവസമാണ് ചിന്തിക്കണം. അത്രയും ദിവസം രാത്രി നിന്നുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന ഡയറക്ടർ വൈശാൻ സാർ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി വളരെ ശ്രദ്ധിച്ച്, കാരണം ഒന്ന് ചെറുതായിട്ട് പാളിയ പണി പാളി. അപ്പോൾ അദ്ദേഹം തന്നെ കുറേയൊക്കെ ചെയ്ത് നോക്കും ആദ്യം തന്നെ. ഇപ്പം മമ്മൂക്ക് ചെയ്യുന്ന ഫൈറ്റിങ്ങുകളൊക്കെ ആണെങ്കിൽ പോലും മമ്മൂക്ക് ക്യാരവൻ ഇറങ്ങണക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം ഒന്ന് ചെയ്ത് നോക്കും, വൈശാൻ സാർ ഒന്ന് ചെയ്ത് നോക്കും സംഭവം അങ്ങനെയുണ്ട്, അത് നന്നായിരിക്കുമോ, എന്നിട്ട് മോണിറ്ററിങ് നോക്കിയിട്ടാണ് മമ്മൂക്കനൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ കണ്ടേക്കണത്. അതൊന്നും ഒരുപാട് പേരെ കഷ്ടപ്പെടും. ഡയറക്ടറായാലും അതിൻ്റെ ക്യാമറമാനായാലും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് മിഥുൻ മല തോമസ് അദ്ദേഹമാണെങ്കിലും, പിന്നെ ഇതൊക്കെ പോകണമെങ്കിൽ ഇതിൻ്റെ ആർട്ട് ഷാജു നെടുവേലി ഷാജനൊക്കെ ആ ആർട്ട് വർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഉണ്ടാവും ഒറിജിനലായിട്ട്. അതുമ്പോൾ കഷ്ടപ്പാടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്ത് വെച്ചാണ്. കാരണം ആ ഒരു പള്ളിപ്പെരുന്നാൾ സെറ്റിടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ്. പള്ളിപ്പെരുന്നാൾ സെറ്റിട്ടാണ്. കാരണം ആ ഷൂട്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ പള്ളിയിൽ പെരുന്നാൾ. ആ പെരുന്നാളിന് കൂടാൻ പറ്റിയില്ല, കാരണം ഇത് നൈറ്റ് അതിൻ്റെ പേരിൽ ഞാൻ ഈ ലൊക്കേഷനിലാണ്. പക്ഷെ എനിക്കത് ഈ പള്ളി പെരുന്നാൾ കൂടാത്തതിൻ്റെ ഫീൽ വന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൻ്റെ പേരിൽ അതും ഒരു പള്ളി പെരുന്നാൾ തന്നെയായിരുന്നു. അപ്പം അത്രയും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള സെറ്റൊക്കെ ഇട്ട് അതങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാണിച്ചാലും ജനങ്ങൾ കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ആ കഷ്ടപ്പാടെന്ന് മനസ്സിലാക്കുക. നമ്മൾ തീർത്ത് കണ്ടിരിക്കുമ്പോൾ ഇറങ്ങിയിട്ട് തോന്നിയ പോലെ കാര്യം പറയാം, അത് ശരിയായാലും ഇത് ശരിയായില്ല, മറ്റേ ശരിയായില്ല, ഇത് ശരിയായില്ല. പക്ഷെ നമുക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കണം. പക്ഷെ എന്തും പറയാമെന്ന് വിചാരിക്കരുത്, അത് ശരിയല്ല. കാരണം നമ്മളൊരു കാര്യം നമ്മൾ മറ്റുള്ള കുറ്റം പറയുമ്പോൾ നമ്മളെക്കുറിച്ച് കുറ്റം പറയാൻ 100 പേര് നമ്മുടെ പുറയിലുണ്ടാകും. അതൊക്കെ ചിന്തിച്ചാൽ മതി. ഓരോ പടങ്ങളും പിന്നെ ടർബോ എന്നല്ല, ഓരോ പടങ്ങളും ചെയ്യുമ്പോഴും കുറേ ആൾക്കാർ അതിന് നെഗറ്റീവ് പറയാനും കാര്യങ്ങളും അതങ്ങനെ ഇങ്ങനെയാണ്. എത്രയും മോശമായിട്ട് രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്താണ് നിങ്ങൾക്ക് ലാഭം? അതാണ് ഒരു മനസ്സിലാവാത്ത. കാരണം വായുന്നൊക്കെ വിളിച്ചു പോയിട്ട് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? കുറേ പേരുടെ ശത്രുത ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറേ പേരെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തുള്ളവരെ വിളിപ്പിക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം മമ്മൂക്കാനൊക്കെ എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കാനൊക്കെ ജീവനതെല്ലാം സ്നേഹിക്കുന്ന ആളുകളുണ്ട്, കുറേ യൂത്തുകളുണ്ട്. യൂത്ത് മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും മമ്മൂക്കനെ സ്നേഹിക്കുന്നവരുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ചെയ്യുന്ന നന്മകൾ അത് ആർക്കും അറിയില്ല. കാരണം പുള്ളി ഇറച്ചി ചെയ്യുന്നതുകൊണ്ട് എല്ല് കഴിച്ചിട്ട് തൂക്കാറില്ല. അതാണ് മെയിൻ സംഭവം. മമ്മൂക്ക ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പഠനത്തിന്, രോഗികൾക്ക്, ഏതെല്ലാം ക്യാൻസർ രോഗികൾക്ക്, ഹൃദയമാറ്റം, അങ്ങനെ കണ്ണിൻ്റെ എന്തെല്ലാം രോഗങ്ങൾക്കാണ് അദ്ദേഹം ചികിത്സ സഹായം കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നമ്മളതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും മമ്മൂക്കയുടെ കൂടെയുള്ളവരൊക്കെ നമുക്കറിയാവുന്നതിൻ്റെ പേരിൽ നമുക്കറിയാം നമുക്ക് എന്തോരം സഹായങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും പുള്ളി പറഞ്ഞില്ല. മമ്മൂട്ടി എന്നുള്ള നടൻ അങ്ങനെയാണ്, ആ ടർബോ എന്ന സിനിമ ഇങ്ങനെയാണ്, അതിൽ മറ്റാണ് മറിച്ചാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ ചാനൽ കയറി പോകാൻ വേണ്ടിയിട്ട് വെറുതെ വായത്തുനിന്നൊക്കെ വിളിച്ച് പറയാം, തിയേറ്ററിൽ കിടന്ന് കോമാളിത്തങ്ങൾ കാണിക്കുക. അതെന്താണെന്ന് മനസ്സിലാവണ്ട. അങ്ങനെ വായത്തുനിന്നൊക്കെ വിളിച്ചു പറയുക, അത് തന്നെ ഈ കോമാളിത്തനെ കാണിക്കുക. അതിന് ഇവരിട്ടിരിക്കുന്ന പേരാണ് റിവ്യൂ. ഞാൻ റിവ്യൂ പറയുന്ന ആളാണ്. അതിനെ താങ്ങാൻ കുറേ ആൾക്കാർ വേറെ. അതെന്താണെന്ന് മനസ്സിലാവില്ല. കാരണം അതെന്താ വെച്ചാൽ ബുദ്ധിയില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നണം. കാരണം കുറക്കാണ് ബുദ്ധി കുറവുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ, നമ്മൾ ചെയ്യുന്ന സിനിമ എല്ലാ സിനിമ ആൾക്കാർ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ കാണണമെന്നൊന്നും പറഞ്ഞല്ല. നല്ല സിനിമയാണെങ്കിൽ കാണുക എന്നുള്ള അഭിപ്രായം പറയാം. എന്ത് കാര്യങ്ങൾക്കും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വായത്തൊന്നൊക്കെ വിളിച്ചു പറയാം. അതൊക്കെ ഒരു ശരിയായ ഏർപ്പാടല്ല. കാരണം ഒരു സിനിമ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെങ്കൊച്ചിന് ജന്മം കൊടുക്കുന്ന പോലെയാണ്.
കാരണം അതിനെ വളർത്തിയെടുക്കുക, കാക്കക്ക് മൂച്ചകം കൊടുക്കാതെ മറ്റുള്ള തട്ടിക്കൊണ്ട് പോവാതെ വളർത്തുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, കൊള്ളാമെന്ന് ഓർത്തുകൊണ്ട് കെട്ടിച്ചു വിടുക. അങ്ങനെയൊക്കെ അതുപോലെ തന്നെ സിനിമയും ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക, ആ കഥയ്ക്ക് പറ്റിയൊരു നടനെ കണ്ടുപിടിക്കുക, അത് സംവിധാനം ചെയ്യാനൊരു സംവിധാനം കണ്ടുപിടിക്കുക, ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താം. അതിൻ്റെ പുറകിലുണ്ടാവുന്ന കഷ്ടപ്പാട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് അറിയാം. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെന്നാണ് ഞാനിങ്ങനെ പറയണത്. അതൊക്കെ ചെയ്ത് നമ്മളൊരു സിനിമ തിയേറ്ററിൽ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ആളുകൾ വന്നിരുന്നുണ്ട് ഈ അനാവശ്യങ്ങൾ പറയാം, ഓരോരോ കുറ്റങ്ങൾ പറയാം, തൊട്ടേനും പിടിച്ചെന്നൊക്കെ ഈ ചാനലിൽ കയറിയിട്ട് എന്ത് ഗുണമുണ്ട് അവർക്ക്? അവരുടെ വെറുതെ ഇങ്ങനെ തോന്നിയ വാസങ്ങളൊക്കെ പറയേണ്ട എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് മനസ്സിലാവില്ല. ഒരു കാര്യവുമില്ല ഒരു സിനിമകൾ ഉണ്ടാക്കുന്നത്. നല്ല നല്ല സിനിമകളുണ്ട്, മോശം സിനിമകളില്ല എന്ന് പറയണില്ല. കാരണം നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യത്തിൽ പറയാൻ നല്ല കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്, സിനിമ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ മോശം പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമുള്ളെന്ന് ആൾക്കാർ ചിന്തിക്കും. അതൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും, വാങ്ങുകൊണ്ട് എന്തും പറയാൻ പറ്റുമല്ലോ. പക്ഷേ നമ്മളൊരു സിനിമയെക്കുറിച്ച് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, അതൊക്കെ ഈ സിനിമ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ ഇറങ്ങി വന്നിട്ട് വായത്തുനിന്നേക്ക് വിളിച്ചു പറയാം. അതൊക്കെ മോശന്മാരെ ഏർപ്പെടാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കാണണ്ട, നിങ്ങൾ കാണണ്ട. പക്ഷെ അത് മറ്റുള്ളവരും കൂടെ കാണണ്ടെന്ന് പറഞ്ഞത് തെറ്റല്ലേ? ഇപ്പോൾ ഓരോ ചാനലിനും ഓരോ പേരിട്ടിട്ട് ഇപ്പോൾ ഒരു കോക്ക് ഇങ്ങനെ എന്തോ എനിക്ക് അന്നൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വേറെ എന്തൊക്കെ പറഞ്ഞു മമ്മൂക്കാനെ കുറിച്ച്. അപ്പോൾ ആ പുള്ളി ഇതുപോലെ എന്തൊക്കെ പറഞ്ഞു, ലാസ്റ്റ് മാപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തിനാണ് ഈ പണിക്ക് പോകണം ആലോചിക്കണത്? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ഉള്ള രീതി സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സിനിമ നിരീക്ഷകനാണ്, അതുകൊണ്ട് എനിക്ക് സിനിമയെക്കുറിച്ച് എല്ലാം അറിയാം, അത് ശരിയായില്ല ഇത് ശരിയായില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വിജയിപ്പിക്കും, എന്നിട്ട് കാര്യങ്ങൾ പറയും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ചെയ്യുക, എന്നിട്ട് അതിനെ വിജയിപ്പിക്കും. ആൾക്കാരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് തരക്കേടില്ല, സൂപ്പർ ഹിറ്റാന്ന് പറയിപ്പിക്കണ്ട, തരക്കേടില്ല എന്നൊന്ന് പറയിപ്പിക്കും. എന്നിട്ടാണ് ഇതിനെക്കുറിച്ച് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ശരിയാണ്. എത്രയോ ചെറിയ പടങ്ങളൊക്കെ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോർത്ത് നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് ഈ വായത്തുനിന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അതൊക്കെ നശിപ്പിച്ച് കളയല്ലേ. കാരണം കാണുന്നവർ കണ്ടോട്ടെ. നിങ്ങളെ സിനിമ കണ്ടിട്ട് റിവ്യൂ പറയണമെങ്കിൽ നല്ലത് പറയും, അല്ലെങ്കിൽ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ പറയും. കാരണം ഇപ്പോൾ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ ടർബോ എടുക്കാം. ടർബോ എന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, മറ്റൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അങ്ങനെ പലർക്കും പല രീതിയിലല്ലേ. അതെല്ലാ സിനിമ അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമ ദൃശ്യത്തിൽ നിന്ന സിനിമക്ക് വരെ കുറ്റം പറഞ്ഞ ആളുകളാണ്. ദൃശ്യം അത്രയും നല്ല സിനിമയുണ്ട്, അതിനെ പേര് വിമർശിച്ച ആളുള്ള നാടാണ് നമ്മളുടേത്. അപ്പം ഇതും അങ്ങനെയൊക്കെ പറയും. പക്ഷേ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു സിനിമയെക്കുറിച്ച് വെറുതെ അനാശനം പറയാണ്ടിരിക്കുക. ഒരു സിനിമ ഉണ്ടാവുന്ന കഷ്ടപ്പാട് ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുന്ന പോലെ തന്നെയാണത്. ആ മക്കളെ പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടി ഇപ്പോഴാണ് അത് സക്സസ് ആണ്. അന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്ന് 4 പേര് കൊള്ളാമെന്ന് പറയുമ്പോഴാണ് ആ സിനിമ സക്സസ് ആണ്. പക്ഷെ ആ സിനിമ ആ തീയിലെത്തിക്കണേ വരെയുള്ള ഒരു കഷ്ടപ്പാട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മമ്മൂക്കനെ പോലത്തെ ആളുകളൊക്കെ വെറുതെ ഓരോ ദിവസങ്ങളെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹം ഇത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ അനുഗ്രഹമാണ് അദ്ദേഹം ഇന്നും യൗവനം നിലനിൽക്കുന്നതും, അദ്ദേഹം ഇന്നും ആ ചെറുപ്പക്കാരനായിട്ടേക്കുന്നതും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നന്മയാണ്. അദ്ദേഹം നന്മയുള്ളൊരു മനുഷ്യനാണ്. കാരണം ഈ പറയാൻ കാരണം വെച്ചാൽ നമ്മൾക്ക് ഓരോ സെറ്റ് ചെല്ലുമ്പോൾ നമ്മളോടൊക്കെ സംസാരിക്കും, കൂടുതൽ സംസാരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ജാതിയുടെ മതത്തിൻ്റെയും പേരും പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ കുറേ പേര് ഇടങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പേർക്കാണ് അദ്ദേഹം ചാൻസ് കൊടുത്തുള്ളത്. എല്ലാ മതബോധപ്പെട്ടവർക്കും കഴിവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചാൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതാണ് ജാതി മതമൊന്നുമില്ല പുള്ളിക്ക്. ജാതി മതം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കും
അദ്ദേഹം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അല്ലാണ്ട് അദ്ദേഹം അത് ഒരു മതത്തിൻ്റെ പേരും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ വാക്കുകൾ കൊണ്ടോ ഒന്നും ഒരു മോശം സംസാരിക്കുക പ്രവർത്തിക്കുക ചെയ്യാൻ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്ത് കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. അതാ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടേക്കുക, അദ്ദേഹം ജീവിക്കട്ടെ. അങ്ങനെയെങ്കിലും അദ്ദേഹം നല്ല സിനിമ ഉണ്ടാക്കട്ടെ. ആ സിനിമ നമുക്ക് കാണാൻ വേണ്ടിയല്ലേ, അദ്ദേഹം ജീവിക്കട്ടെ. വെറുതെ അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറുന്നതിന്, അദ്ദേഹത്തിൻ്റെ പുറത്തുനിന്നല്ല, വെറുതെ ഈ സിനിമ പ്രവർത്തകരുടെ മേത്തേക്ക് കയറുന്നതിനാണ്. നിങ്ങൾക്ക് വേറെ എന്തോരം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അത് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സിനിമ നല്ലത് മാത്രം പറയാം. സിനിമ ഒരുപാട് പേരെ കഷ്ടപ്പാടുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്. അപ്പോൾ സിനിമയെ സ്നേഹിക്കുക. സിനിമയെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമകൾ നമുക്ക് വന്നു സ്നേഹിക്കും തോറും നല്ല നല്ല സംഭവങ്ങളൊക്കെ വരുമെന്ന് പറയണം. എൻ്റെ ചെറിയ അറിവ് കൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ. അതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുക, നല്ല നല്ല സിനിമകളുണ്ടാ പ്രാർത്ഥിക്കുക, ഞങ്ങളെപ്പോഴും കലാകാരന്മാരെ അനുഗ്രഹിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.